ഇനി അത്തരത്തിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ അതൊക്കെ അതിനെക്കുറിച്ച് ചോദ്യം വന്ന സമയത്ത് ആർക്കും എന്തും നിർമ്മിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോഴും എൻ്റേതല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ കള്ളത്തരത്തിൽ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പരസ്യമായി ചാലഞ്ച് ചെയ്യുകയാണ്. അത് നിങ്ങളുടേതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? കാരണം അത് രാഹുലിൻ്റെ വോയിസ് നോട്ട് തന്നെയാണ്. അത് തന്നെയാണ് അതിന് പുറകിലുള്ള സത്യം എന്ന് പറയുന്നത്. ആ സത്യം രാഹുലിനും ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ വോയിസ് നോട്ടിനെതിരെ മുന്നോട്ട് വരാത്തത്. അതിനെ തുടർന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ നിരവധി യുവതികളായിട്ടുള്ള ആളുകളുടെ വോയിസ് നോട്ടുകൾ പുറത്തോട്ട് വരുന്നു. അതിലേറ്റവും സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വോയിസ് നോട്ടിൽ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയോട് നിർബന്ധപൂർവം ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തുടക്കഘട്ടത്തിൽ ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഒതുങ്ങുന്നില്ല. ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും പറയുന്നത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അദ്ദേഹം ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ജനങ്ങളെ ഇനിയും നിങ്ങൾ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത, കോൺഗ്രസ്സുകാരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്ന് വന്ന സമയത്ത്, കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ സമയത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത ചവറുകളെ കൊണ്ട് തള്ളുന്നതിനുള്ള സ്ഥലമല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത ചപ്പുചവറുകൾ കൊണ്ടിടുന്നതിനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല പാലക്കാട്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു കുപ്പത്തൊട്ടിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് രാജിവെക്കുന്ന ആള് എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA പദം രാജിവെക്കാത്തത് എന്നാണ് BJP ചോദിക്കുന്നത്. BJP ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ തീരൂ. അദ്ദേഹം രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും.